ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. ഒന്നല്ല രണ്ടല്ല, നമ്മൾ 4 പാറ്റേൺ പേപ്പേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഈക്വലായിട്ട് കട്ട് ചെയ്ത് 4 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വേണ്ടി ചെയ്യാനായി നമുക്കൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം. ഇനി അതിലേക്ക് ബ്രഷ് പെന്നോ വാട്ടർ കളറോ യൂസ് ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത പേപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഇത് മെല്ലെ എടുക്കാം, കീറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാറ്റേൺ പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രോബെറി പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്റ്റാമ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഫോംബോർഡോ കാർഡ്ബോർഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലൊരു സ്റ്റിക്കിലോ അല്ലെങ്കിൽ ഒരു മൂടിയിലോ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ പെയിൻറ്റിങ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്തെടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറി പാറ്റേൺ പേപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻ്റൊക്കെ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഞാനിവിടെ ഗ്രിഡ് പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്കെച്ചോ മാർക്കറോ എടുത്ത് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വിട്ട് ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വെർട്ടിക്കലായിട്ടും കൂടി വരച്ചു കൊടുക്കാം. പോലുള്ള തിന്നായിട്ടുള്ള ടിപ്പ് യൂസ് ചെയ്ത് നമ്മൾ 1 സെൻറ്റിമീറ്റർ വിട്ടെടുത്തായി വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രിഡ് പാറ്റേൺ പേപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ ഒരു വിൻറ്റേജ് പാറ്റേൺ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഈ ഒരു കോഫി മിക്സിലേക്ക് സ്ലോ ആയിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പേപ്പർ കീറിപ്പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഉണക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാകും. ഇനി നമുക്ക് ലൈറ്ററോ കാൻഡലോ യൂസ് ചെയ്ത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കത്തിച്ചെടുക്കാം. കുഞ്ഞു കുട്ടികളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഒരു പേപ്പർ ചെറുതായിട്ട് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ആ കറക്റ്റ് വിൻറ്റേജ് ലുക്ക് വരും. അപ്പോൾ നമ്മൾ വിൻറ്റേജ് പാറ്റേൺ പേപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം. ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാനും കോഡ്സ് ചെയ്താലും ഒക്കെ ഈ ഒരു പാറ്റേൺ പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.